കൂലിപ്പണി റാച്ചൻ. ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചസുകളില്ല. ഈ ടെക്നിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണമെങ്കിൽ ഇതിൻ്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. എല്ലാ മച്ചാൻസെ പൊളിയനല്ലേ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വീഡിയോയുടെ ടൈറ്റിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇന്ന് ഗാർഡനിങ് സ്പെഷ്യൽ വീഡിയോ ആണ്. അലൈൻ കേമൽ മാർക്കറ്റിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അന്ന് നമ്മൾ കാണിച്ചിരുന്നു ഗാർഡനിങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ അടിപൊളി ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ. അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് ചെടികളൊക്കെ വാങ്ങാൻ തീരുമാനിച്ചിരുന്നു. യു എയിൽ തണുപ്പ് കാലമാകുമ്പോൾ റോഡ് സൈഡിൽ കൂടിയൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ചെടിയാണത്. അപ്പോൾ ഇത് കുറച്ച് വെച്ചാൽ അതിങ്ങനെ പടർന്നുണ്ടാവുന്ന ഒരു ടൈപ്പ് ചെടിയാണ്. അങ്ങനെ അത് ഞങ്ങൾ കുറച്ച് എടുക്കാൻ തീരുമാനിച്ചു. എന്തായാലും ഇതിന് യു എയിൽ ഇത് വിൻ്റർ ഫ്ലവേഴ്സ് എന്ന് അതിന് പറയാം. ഇല്ലല്ല കുഴപ്പമില്ല. वही पसंद है ज़्यादा. थैंक यू भाई. ഇങ്ങനത്തെ ചെടികൾ ശരിക്കും ഡിഫറെൻറ്റ് കളേഴ്സിലാണ്. അപ്പോൾ ഓരോ കളർ ഓരോ കാർട്ടൂണിൽ ഒരു 10-20 സെറ്റായിട്ടാണ് അവർ സെല്ല് ചെയ്യുക. അങ്ങനെ ഒരേ കളറിൽ കുറേ എണ്ണം നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മിക്സ് ആക്കിയിട്ട് തരുമോ ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ച്. അങ്ങനെ ഓരോ സെറ്റ് ഓഫ് കളേഴ്സിന് നമ്മൾ ഈ 2 എണ്ണമാണ് വാങ്ങിയത്. റോഡ് സൈഡ് കൂടി ഫ്ലവേഴ്സ് കാണുമ്പോൾ നല്ല പൂതി ഉണ്ടായിരുന്നു. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ വീട്ടിൽ വെക്കണം എന്നുള്ള പൂതി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിതിനെ പറ്റി നോളജ് കുറച്ച് കുറവാണ്. ഇന്ന് എൻ്റെ ഉമ്മാൻ്റെയും വലിയമ്മാൻ്റെയും സിസ്റ്ററിൻ്റെ ഒക്കെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണിത്. അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞുതരും. ഇവിടെ കുറേ കാലമായിട്ട് ചെടിയും കാര്യങ്ങളൊന്നും വെക്കാത്തൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ പിന്നെ മണലാണ്, നല്ല റഫായിട്ടുള്ള സ്ഥലമായിരുന്നു. അവിടെ ഞാൻ നന്നായി വെള്ളം നനച്ചിട്ട് നന്നായി കളച്ച് ഇട്ടു അവിടെ ആദ്യം. കൂലിപ്പണി റാച്ചൻ. ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചസുകളില്ല. രാജൻ കൂലിപ്പണി. ഹലോ കൂലിപ്പണി രാജൻ. ബാബുവേ എന്തിനാ അറിയില്ല, എല്ലാവരും ബാബുവേ എന്ന് വിളിക്കുന്നത് ഇതിനാണ്. കളക്കുന്ന ടൈമിൽ തന്നെ ഞാൻ അവിടെ ഉള്ള കച്ചറിയും കാര്യങ്ങളൊക്കെ ഫുള്ള് പെറുക്കി അവിടെ നിന്ന് മാറ്റി. വേറെ ടൈപ്പാണ് മണ്ണ്, മണലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായി, ഇവിടെ സാധാ മണലല്ലേ, അപ്പോൾ കുറച്ച് ഓർഗാനിക് പോട്ടിംഗ് സോയിൽ എന്ന് പറയും. ഇവിടെ കിട്ടുന്നൊരു സാധനമാണ്. നാട്ടിൽ ഇത് കിട്ടുമെന്ന് എനിക്കറിയില്ല. അതായിട്ട് ഈ മണ്ണും ഈ പോട്ടിംഗ് സോയിലായിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. മണല്ല കേട്ടോ, മണല്ലൊരു വളം വരും. നാട്ടിൽ പിന്നെ ഇങ്ങനത്തെ ഈ പോട്ടിംഗ് സോയിലും ഇതൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിലത്തെ മണ്ണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പൊന്നി വിളയണ മണ്ണല്ലേ. അവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ പിന്നെ ജസ്റ്റ് ഫുള്ള് മണലാണ്. അപ്പം മണലിൽ എന്തെങ്കിലുമൊക്കെ ന്യൂട്രിയൻസ് മണ്ണിന് ഉണ്ടായിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഇത് വാങ്ങിയത്. നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു ചെടിയാണ് ഈ 10 മണിച്ചെടി. ഈ 10 മണിച്ചെടി എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് 10 മണിയാകുമ്പോഴേ അത് വിരിയുള്ളൂ. ഏകദേശം ഒരു 4-5 മണിയാകുമ്പോഴത്തേനും അത് എന്താ പറയുക, അത് അടയും ചെയ്യും.
അപ്പോൾ ആ ചെടിയാണ് ഞങ്ങളെ സി ഷേപ്പാണ് ഞങ്ങളെ ഗാർഡന്. അതിൽ ഫുള്ള് വെക്കാൻ തീരുമാനിച്ചു ഈ ചെടി. ചട്ടി പോയി കാണി ചട്ടി ഗോ ചട്ടി ചട്ടി ബൈ ബൈ സീ യു. എനിക്കിതിൻ്റെ പറ്റി 0 നോളേജാണ്. ഇങ്ങനെ നോക്കുക, ഇതിൻ്റെ തണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ നോക്കണം. ഇതുണ്ടോ ഇതിന്റെ റൂട്ട് അതല്ലേ ഈ സൈഡ് അത്രക്കും ദീദിക്കായിരുന്നു ഇതിൽ ഇൻട്രസ്റ്റ്. പേരൊക്കെ കിട്ടി, ഇപ്പോഴും കിട്ടലുണ്ടായിരുന്നു പേരൊക്കെ. ഈ സി ഷേപ്പ് എന്ന് പറയുമ്പോൾ ഈ 10 മണിച്ചെടി നിങ്ങൾക്ക് അറിയാലോ, കുറച്ച് ചെറിയ ചെറിയ പൊട്ടായിട്ട് നമുക്ക് എവിടെ വെച്ചാലും അത് ഉണ്ടാവും. അപ്പോൾ കുറേ വെച്ച് എനിക്ക് മടുത്തപ്പോൾ ഞാൻ സനക്ക് എങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവളെ കൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വെപ്പിച്ചു. അവളിങ്ങനെ എൻ്റെ ക്യാമറയും പിടിച്ച് നിൽക്കല്ലേ ഇത്. അപ്പോൾ ഓൾക്ക് നൈസിൽ കൊടുത്തു. ഓളും ബാക്കി ഒരു ഏരിയ ഫുള്ള് അവളാണ് ചെയ്തത്. നമ്മൾ പെണ്ണുങ്ങൾ പിന്നെ മൾട്ടി ടാസ്കിങ്ങിന് ഉഷാറല്ലേ. അങ്ങനെ ഞാൻ ചെടിയും വെക്കായിരുന്നു, കൂടെ ഷൂട്ടും ചെയ്തിരുന്നു. ഇവർ കുറേ വെക്കണ കണ്ട് പാവം തോന്നിയപ്പോൾ ഞാൻ തന്നെ പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്ത്. ഈ 10 മണിച്ചെടീൻ്റെ ഇടയിൽ കൂടി ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ നിന്ന് കൊടുന്ന കുറച്ച് കറ്റാർവാഴ, നമ്മൾ അലോവേറയൊക്കെ വെച്ചിരുന്നു കേട്ടോ. അതിങ്ങനെ അണ്ണീവനായിട്ട് ഇങ്ങനെ വെച്ചിരുന്നു. മഗ്രിബായപ്പോൾ അന്ന് ഞങ്ങൾ ഗാർഡനിങ് നിർത്തി. എന്നിട്ട് അടുത്ത ദിവസം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഉച്ചയ്ക്ക് വന്ന് നോക്കുമ്പോൾ ഈ 10 മണിച്ചെടി നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വിരിഞ്ഞിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ വിൻ്റർ ഫ്ലവർ ഞങ്ങളിങ്ങനെ ഇടവിട്ടിട്ട് കറക്റ്റ് ലെങ്ത്തിൽ ഇങ്ങനെ വിട്ട് വെച്ചു. വിൻ്റർ ഫ്ലവർ ഈ ചെറിയ ചട്ടിയിലാണ് വരുന്നത് ഇവിടെ. അപ്പം ഞാൻ എന്താ വെച്ചാൽ ആ കറക്റ്റ് മണ്ണും റൂട്ടൊന്നും പുറത്തൊക്കെ പോവാതെ കറക്റ്റായിട്ട് എടുത്തിട്ട് അതിന് അനുസരിച്ചൊരു കുഴി ഉണ്ടാക്കി അതിൽ കറക്റ്റാണ്ട് ഇറക്കി വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടിയാണ് മണ്ണിട്ടു. നോക്കട്ടെ, ഇതേപോലെ ഇട്ടാ നല്ലേ അല്ലേ? ക്ലീൻ ആയിട്ട് കിട്ടും. ഈ ടെക്നിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണമെങ്കിൽ എൻ്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. ഞാൻ എല്ലാ നമ്മൾ ഈ ഗാർഡനിങ് ചെയ്യുന്ന ടൈമിലൊക്കെ ആദമു ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു ഓരോരോ ഹെൽപ്പിനായിട്ട്. അപ്പോൾ ഇപ്പോൾ അവനാണ് എന്നും ഞങ്ങളെ കൂടെ എന്നും നനക്കാനും ഇതിനൊക്കെ അവനെന്നും ഉണ്ടാവും. അപ്പോൾ അവനക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ചെടി നനക്കാൻ. നമ്മൾ കുട്ടികളൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഗാർഡനിങ്ങും കാര്യങ്ങളും ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം ചെറുപ്പം മുതലേ. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഗാർഡനിങ് വിശേഷങ്ങൾ. ഈ ഉടനെ തന്നെ നമ്മളെ ഗാർഡനിൻ്റെ റീസെൻറ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ പാർട്ട് 2 ആയിട്ട് വന്നിരിക്കും.
നമ്മളെ ഗാർഡനൊന്നും അല്ല, നമ്മളെ അയൽവാസി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോയിൽ, അവരെ ഗാർഡൻ കാണണം, അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ കൂടി വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ ഇങ്ങനത്തെ കുറേ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ പാർട്ട് 2 വീഡിയോ ചെയ്തിരിക്കും, കാണണ്ട എല്ലാവർക്കും. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്തേക്കണേ. പിന്നെ ഒന്നും കൂടി പറയണേ, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. താങ്ക് യു. ബൈ.